നമസ്കാരം. നമ്മളുള്ളത് പാലക്കാട് ജില്ലയിലാണ്. പാലക്കാട് ജില്ലയിൽ നമ്മളുടെ എലവഞ്ചേരിയാണുള്ളത്. എലവഞ്ചേരി നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ എല്ലാ ടൈമും നമുക്ക് പച്ചക്കറി കർഷകർ ഏറ്റവും കൂടുതലുള്ളതും നല്ല രീതിയിൽ കേരളത്തിൽ പച്ചക്കറീൻ്റെ പ്രൊഡക്ഷൻ ഉള്ളതായിട്ടുള്ള സ്ഥലമാണ് എലവഞ്ചേരി. എലവഞ്ചേരി നിങ്ങളിപ്പോൾ കാണുന്നത് ഒരു പച്ചക്കറി ഫീൽഡിലാണ്. ഇവിടുത്തെ കൃഷി രീതികളെ പറ്റിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നിങ്ങൾ ഇപ്പം ഇതിൻ്റെ അകത്ത് കണ്ടറിയാം, ഇത് കഴിഞ്ഞ കൊല്ലം എന്താ പറയുക പച്ചക്കറി കൃഷി നടന്നിട്ടുള്ള ഒരു പന്തലാണ്. ഈ പന്തലിൽ ഇപ്പം നിലവൊരുക്കാൻ കഴിഞ്ഞു. നമ്മളുടെ പന്തലിൻ്റെ അറ്റകുറ്റപ്പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഇപ്പോൾ എന്തൊക്കെയാണ് ഇവരിവിടെ ചെയ്യുന്നതെന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഏകദേശം ഒരു 8 അടീൻ്റെ മേലെയുള്ള പന്തലാണ് അവർ ചെയ്തത്. നമ്മളുടെ സിമെൻറ്റ് തൂണുകൾ വെച്ചിട്ട് എടുത്തതിൻ്റെ ശേഷം അതിൻ്റെ ഇടയിൽ കൂടി നമ്മളുടെ മുളങ്കാലുകളൊക്കെ വെച്ചുകൊണ്ടാണ് ഇവരുടെ എന്താ പറയുക പന്തൽ കൃഷിയൊക്കെ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേപോലെ നിങ്ങൾ കാണാം മൺകൂനകൾ. നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ 3 അടി ഹൈറ്റിൻ്റെ അകത്ത് നമുക്ക് മൺകൂന ചെയ്തിട്ടുണ്ട്. 1.5 മീറ്ററിൻ്റെ അടുത്ത് ഏകദേശം വീതിയിലാണ് ഇവരുടെ മൺകൂനകൾ ഓരോന്നും ചെയ്ത് വെച്ചത്. നല്ല രീതിയിൽ എന്താ പറയുക ചാല് നമ്മൾ ഇതാക്കി വെച്ചിട്ടുണ്ട്. പണ്ട് കാലത്ത് വയലായിട്ടുള്ള ഒരു സ്ഥലത്താണ് ഇവരിപ്പോൾ പച്ചക്കറി കൃഷി ചെയ്തു പോകുന്നത്. ഇവരെങ്ങനെയാണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഈ പച്ചക്കറിയുടെ ബെഡിൻ്റെ നടുവിൽ നമ്മൾ നല്ല രീതിയിൽ അവർ ഒരു ട്രെഞ്ച് എടുക്കുന്നു. ട്രെഞ്ച് എടുത്തതിന് ശേഷം അതിൻ്റെ അകത്തേക്ക് ആട്ടുംകാട്ടം, കോഴിക്കാട്ടം, അതേപോലെ തന്നെ നമ്മളുടെ ചാണകം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമ്മളുടെ ഇതിൻ്റെ അകത്തേക്ക് ഇട്ടതിൻ്റെ ശേഷം അതിൻ്റെ അകത്ത് നമുക്ക് നല്ല രീതിയിൽ മൈക്രോബിയൽ ആക്ടിവേഷൻ നടത്താൻ വേണ്ടിയിട്ട് IPLൻ്റെ ഡീകമ്പോസറാണ് ഇവർ ഇതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്നത്. അത് നല്ല രീതിയിൽ ഇവർക്ക് ഡീകമ്പോസിഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ കൂടെ ട്രൈക്കോഡർമ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. സ്യൂഡോമോണസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നു. മിക്സ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇവർ ഡോളമൈറ്റ് ആണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. കാരണം വെച്ചാൽ ഈ ഒരു ബെഡ് എന്ന് പറയുന്നത് ഇവരുടെ 1.5 കൊല്ലത്തേക്കുള്ള ബെഡാണുള്ളത്. ഇതെല്ലാം കൂടെ വെച്ചിട്ട് അവർ മിക്സ് ചെയ്ത് വെക്കുന്നു. മണ്ണിൻ്റെ അകത്ത് എല്ലാം മിക്സ് ചെയ്തിട്ട് ഇതേപോലെ ഹീപ്പായിട്ട്, അതായത് ഇതേപോലെ കൂനകളായിട്ട് ഏകദേശം ഒരു 30 ദിവസം 40 ദിവസം നമ്മൾ ഇട്ട് വെക്കുന്നു. അതിൻ്റെ മേലെ നമ്മളുടെ വെഞ്ചറി സിസ്റ്റം നമുക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ അകത്ത് ഇറിഗേഷൻ സിസ്റ്റത്തിൻ്റെ അകത്ത് വെഞ്ചറി സിസ്റ്റം കാണാൻ പറ്റും. വെഞ്ചറി കൂടിയാണ് ഫെർട്ടിഗേഷൻ എല്ലാം കൊടുത്തു വിടുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള പൈപ്പെല്ലാം വലിച്ചു ചേർക്കുന്നു. വലിച്ചു ചേർത്തതിന് ശേഷം അതിൻ്റെ അകത്ത് കൂടി ഡെയിലി ആവശ്യത്തിനുള്ള മോയ്സ്ചർ ഇതിൻ്റെ അകത്ത് അവർ ഉറപ്പ് വരുത്തുന്നുണ്ട്. എല്ലാത്തിൻ്റെ അകത്ത് നോക്കിക്കാണെങ്കിൽ കാണാം ഏകദേശം മോയ്സ്ചറൊക്കെ ഉറപ്പ് വരുത്തുന്നുണ്ട്. ഈ രീതിയിലുള്ള ബെഡ് പ്രിപ്പയർ ചെയ്തുകൊണ്ടാണ് ഇവരുടെ കൃഷി. അതുകൊണ്ട് ഈ കൃഷിൻ്റെ എങ്ങനെയാണ് ഇവർ ചെയ്യുന്നതെന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് നമ്മളിന്ന് വന്നതാണ്. ഇത് നിൽക്കുന്നത് പാലക്കാട് ജില്ലയിലാണ്. ഏകദേശം 3.5 ഏക്കർ 4 ഏക്കറുള്ള പച്ചക്കറി തോട്ടാണ് നമ്മളുടെ മുന്നിൽ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള കൃഷിവിശേഷങ്ങളിലാണ് ഇതാണ് ഇവരുടെ നിലത്തിൻ്റെ ഒരുക്കം എന്ന് പറയുന്നത്. ആ നിലത്തിൻ്റെ ഒരുക്കത്തിനെ പറ്റിയാണ് നമ്മളിത് സംസാരിച്ചത്. നമുക്ക് കൂടുതലായിട്ടുള്ള വിശേഷങ്ങൾ നമ്മുടെ വീഡിയോൻ്റെ അകത്ത് ഇനിയും നമ്മൾ കാണുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.